ഈ 2 വർഷത്തോളമായി ഈ പശ്ചിമേഷ്യയുടെയും ലോകത്തിൻ്റെ മുഴുവൻ ഉള്ളുനീറ്റുന്ന ഗാസ, അതിലിപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നു. നെതന്യാഹു അത് ശിരസ വഹിച്ചിരിക്കുകയാണ്. അതിനകത്തൊരു വിശ്വാസ്യത തോന്നുന്നുണ്ടോ? ഒരു വിശ്വാസ്യതയും തോന്നുന്നില്ല. ഇതൊരു ഒത്തുതീർപ്പെന്നുള്ള വാക്കാണ് വിജയനാഥ്. ഒരു ഒത്തുകളിയാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ആ വെസ്റ്റ് ഏഷ്യൻ വാർ തിയേറ്ററിൽ അമേരിക്ക, അതായത് US, അതുപോലെ തന്നെ ഇസ്രയേലും അറിഞ്ഞല്ലാത്ത കളികളൊന്നും നടക്കുന്നില്ലെന്നുള്ളത്. ഇത് അറിയാം, ഇത് അമേരിക്കയുടെ ചരടുവലികളാണ്. അതിൽ ഒരു പാവ മാത്രമാണ് ഇസ്രയേൽ എന്നാണ് നമ്മൾ കരുതേണ്ടത്. അമേരിക്ക ചരടുവലിക്കുന്നു, അതിനനുസരിച്ച് ഇസ്രയേൽ കറങ്ങുന്നു. പാവ നാടകം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നതും ഇനി നടക്കാൻ പോകുന്നു. അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഗസ ആരാ ഭരിക്കാൻ പോകുന്നത്? ഗസ ഭരിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും, അടുത്ത പ്രസിഡന്റ്. അല്ല, നേരത്തെ പറഞ്ഞല്ലോ മുഴുവൻ പേരെയും നമുക്ക് 1-2 രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു വിടാം, ഗാസ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം എന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല സംഭവിക്കുന്നത്. അങ്ങനെയല്ല. എൻ്റയർലി ദ വാർ ഡിസൈൻ ഈസ് എൻ്റയർലി ഡിഫറെൻ്റ് നൗ. കംപ്ലീറ്റ് മാറി അതിൻ്റെ ഛായ. ആരാ പിന്നെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാ? ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനാക്, ഇന്ത്യൻ വംശജൻ, ഭരിക്കാൻ പോവുക ഗാസ. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെ? അതായത് 72 മണിക്കൂറിനകം ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഫലസ്തീൻ, ഹമാസ്, ഫലസ്തീനല്ല, ഹമാസും ഫലസ്തീനും രണ്ടാണ്. ഹമാസ് അംഗീകരിച്ചിരിക്കണം. അംഗീകരിച്ചാൽ പ്രസിഡൻ്റായിട്ട് വരിക ഫലസ്തീൻ കമാൻഡർമാരല്ല, മഹ്മൂദ് അബ്ബാസ് അല്ല. അദ്ദേഹമാണിപ്പോൾ പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. അദ്ദേഹവും വരില്ല. പകരം അമേരിക്കയിൽ വൈറ്റ് ഹൗസിലിരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ പരമാധികാരിയായിട്ടിരിക്കും. അദ്ദേഹത്തിന് ഐസ്ലൻഡ് ഭരിക്കാൻ കഴിഞ്ഞില്ല, ഗ്രീൻലൻഡ് ഭരിക്കാൻ കഴിഞ്ഞില്ല, കാനഡയും ഭരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നോക്കിയതാ. പക്ഷേ ഇപ്പോൾ സ്വപ്നം സഫലമാവുകയാണ് ഗസ. എങ്ങനെ? ഗസയിലെ ബന്ദികളെ, അതുപോലെ തന്നെ തടവുകാരെ മുഴുവൻ, ഇനി 28 പേരെ അതിൻ്റെ ജീവനോടുള്ളൂ, 20 പേരെ കുഴിച്ചുമൂടി അവരുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇസ്രയേലിന് കൈമാറണം. കൈമാറുന്നതോടൊപ്പം ഇസ്രയേൽ 1400ഓളം തടവുകാർ, എന്ത് തടവുകാരെ? ഹമാസ് തടവുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ ആ സമയം തന്നെ വിടും. ഇതുവരെയുള്ള ഒത്തുതീർപ്പ് ഫോർമുല ഈജിപ്റ്റ്, ഖത്തർ. ഈ ഹമാസ് തടവുകാരെല്ലാം ജീവനോടുണ്ടോ? ഹമാസ് ഇസ്രായേൽ പിടിച്ചതെല്ലാം ജീവനോടെ തന്നെയുണ്ട്. അവർ കൊന്നത് അവരുടെ തന്നെ കൊന്നു, അല്ല രാജ്യത്ത് കൊണ്ടൊന്നും കൊന്നിട്ടില്ല. പട്ടിണിക്ക് ഇട്ടിട്ടില്ല. അവർ ഡീസൻ്റായിട്ടുള്ള മാർഗം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തടവുകാരെ മുഴുവൻ തിരിച്ച് ഇവർക്ക് കൈമാറും. പക്ഷേ അവിടെങ്ങും തങ്ങാൻ പറ്റില്ല. അവർ സമാധാനം ആഗ്രഹിക്കുന്നവർ, മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയുധം വെച്ച് അവിടെ കീഴടങ്ങും. ഛത്തീസ്ഗഡിലെ നക്സലുകളെ പോലെ ആയുധങ്ങൾ മുഴുവൻ വെച്ചുകൊണ്ട് അവിടെ കീഴടങ്ങി സമസ്താപരാധം പൊറുക്കണേ എന്ന് പറയും. അപ്പോൾ അമിത്ഷാ കൊടുക്കുന്ന പോലെ മാപ്പ് കൊടുക്കും. സീസ് ഫയർ ഒന്നുമില്ല, നിങ്ങൾ കീഴടങ്ങുക ഏകപക്ഷീയമായിട്ട്. കീഴടങ്ങിയില്ലെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങിയില്ലെങ്കിൽ ഇസ്രയേൽ മാത്രമല്ല യുദ്ധം ചെയ്യാൻ വരുന്നത്. ഇസ്രയേലിന് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമാണെന്ന് ഇസ്രയേൽ ഇതിനോടകം തെളിയിച്ചു. അതിൻ്റെ കൂടെ അമേരിക്കൻ പട കൂടി വരികയാണ്. എല്ലാ കില്ലിംഗ് ഫീൽഡിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും. പക്ഷേ ഈ പ്രാവശ്യം ഗസയിൽ സമാധാനം ഉണ്ടാക്കാൻ ഇസ്രായേലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന സന്നാഹങ്ങളും ആയുധങ്ങളുമായി ഇറാനെതിരെ യുദ്ധം ചെയ്തോ അതുപോലെ വരികയാണ്. അമേരിക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതിയെന്ന് നമുക്കറിയാമല്ലോ. അഭിമാന പ്രശ്നമല്ലേ? അതുകൊണ്ട് മുഴുവൻ എണ്ണത്തിനെയും കൊന്നിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരൊറ്റ എണ്ണം ബാക്കി ഉണ്ടാവില്ല ഇവിടെ നിന്ന് തന്നെ വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് കീഴടങ്ങി മര്യാദയ്ക്ക് അവിടെ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം. അതിന് വേറെ സ്ഥലം അന്വേഷിച്ചോണം. ഇവിടെ പറ്റില്ല.
യുദ്ധം ചെയ്യണം. യുദ്ധമല്ല, സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരും. ആയുധങ്ങളല്ല, സമാധാനം. അത് തന്ന് നിങ്ങളെ ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇവരെ ഭരിക്കുന്നത് എവിടെ നിന്നാണ്? ഗസയിൽ നിന്ന് ഭരിക്കില്ല. അദ്ദേഹത്തിന് വിശ്വാസമല്ലത്, ജീവൻ അപകടത്തിലാണ്. മറിച്ച് ഈജിപ്തിൽ നിന്നുകൊണ്ട് ഭരിക്കും. ഈ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 30 ഇനങ്ങളുണ്ട്. എല്ലാവരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 30 ഇന കരാറാണ്. ഇസ്രായേൽ സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മനോരമയൊക്കെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തി സമ്മതിപ്പിച്ചത് ഒന്നുമല്ല. ക്യാപിറ്റോളിലല്ല, വൈറ്റ് ഹൗസിൽ ബെഞ്ചമിൻ നെതന്യാഹു പോയിരുന്നു. ഡൊണാൾഡ് ട്രംപുമായിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട നടന്ന രാത്രി മുഴുവൻ ഇത് ചർച്ചയായിരുന്നു. ആ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞ ഫോർമുലയാണ്. ഈ ഫോർമുല എന്ന് പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയതുമല്ല. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കി വയ്ക്കാൻ ഋഷി സുനാക്കിനെ ഏർപ്പാട് ചെയ്തിരുന്നു. അതിനുവേണ്ട സുനാപ്പികളെല്ലാം പുള്ളി തയ്യാറാക്കി വെച്ചിരുന്നു. ശാശ്വത സമാധാനമാകും. അപ്പോൾ ഈ ട്രംപ് സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി. ഇത് സമാധാനമൊന്നുമല്ല, ഏകപക്ഷീയമായ ഹമാസിൻ്റെ ഒതുക്കലാണ് ഇവിടെ നടക്കുന്നത്. ഈ ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ വെച്ചാണല്ലോ ഇടതുപക്ഷം ഒക്കെ കൂടെ മുഖ്യമന്ത്രി പോയി പ്രസംഗിച്ച് അവിടെ മലബാറിൽ പോയി പ്രസംഗിച്ചത്. അല്ല, ഇപ്പോൾ ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് അതായിരുന്നു. അതാണ് ഈ ഇവിടെ മീഡിയ അക്കാദമി എന്ന് പറയുന്നത് മാധ്യമ അക്കാദമി എന്നുള്ള പേര് വളരെ അന്വർത്ഥമാണ്. ഇപ്പോൾ ഈ ഹമാസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക മാധ്യമം എന്ന് പറയുന്നത് മാധ്യമം പത്രമാണ്. മാധ്യമം എന്ന പേരിലുള്ള മാസ്റ്റ് ഹെഡുള്ള പത്രം മീഡിയ. അതെ, അതിന് വേണ്ടിയിട്ടുള്ള അക്കാദമിയാണെന്ന് തോന്നുന്നു. കാരണം പാലസ്തീൻകാരെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യങ്ങളുണ്ടോ? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പത്രക്കാരെ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലിക്കൊന്നും സ്ഥിരതയില്ലെന്നേ. ഓഫീസിന് പിരിച്ചുവിടുക, ശമ്പളം മര്യാദയ്ക്ക് കിട്ടുന്നില്ല ചില പത്രങ്ങളിൽ, പ്രിൻ്റ് മീഡിയയിൽ തന്നെ. പിന്നെ ന്യൂസ് ചാനലുകളിലെ കാര്യം പറയുകയും വേണ്ട. അങ്ങനെ എല്ലാ ചാനലുകളിലും അങ്ങനെയുള്ള ഒരുപാട് ഗുരുതരാവസ്ഥകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതൊന്നും പറയാം, പലസ്തീൻ്റെ പ്രശ്നമാണ് ഇവർക്ക് പ്രശ്നം. എന്താണിത്? എന്നിട്ട് ഈ പലസ്തീൻ എന്ന് പറയുന്നത്, വിജയനാഥേ, നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഹമാസായിട്ടാണ്. ലോകത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം പഠിക്കണ്ടേ? അതുപോലും ഇല്ലാതാണ്. ഹമാസാണ് പലസ്തീനാണ് ധരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പോലും ധരിച്ചിരിക്കുന്നത് അതാണ്. ഹമാസ് സ്പീക്കറിനെ കൊണ്ടുവന്ന് ഓൺലൈനായിട്ട് സംസാരിപ്പിച്ചത്. അയാളെ ഇസ്രായേലിൻ്റെ മിസൈൽ എന്ന് ഒതുക്കി ഖത്തറിലിരുന്ന് അദ്ദേഹം. അല്ല, അതുകൊണ്ട് എന്ത് പറ്റി? പലസ്തീനെയും തെറ്റിദ്ധരിപ്പിക്കുക. പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്ക് ഇപ്പോൾ ഒരു സർക്കാരുണ്ട്, അവർ സുഖമായിട്ട് വാഴുന്നുണ്ട്. മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ആളാണ് അവരുടെ മേധാവി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO. അതിൻ്റെ നേതാവായിരുന്നു പണ്ട് യസർ അറാഫത്ത്. ഈ യസർ അറാഫത്തിന് വീര്യം പോരാ, ശൗര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ച് ഒതുക്കി ആയുധ സമരത്തിലൂടെ സായുധമായിട്ട് അധികാരം പിടിച്ചെടുത്ത സംഘടനയാണ് ഇത് ഹമാസ് എന്ന് പറയുന്ന സംഘടന. അങ്ങനെയാണ് ഹമാസ് ഉണ്ടാകുന്നത്. അധികാരം മുഴുവൻ പിടിച്ചെടുത്തു. പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയോ? ഒരു തെരഞ്ഞെടുപ്പും നടത്തിയിട്ടില്ല. അതുപോലെ PLOയും തെരഞ്ഞെടുപ്പൊന്നും നടത്തിയിട്ടില്ല. പാലസ്റ്റീൻ ലിബറേഷൻ അതോറിറ്റി എന്നും പറഞ്ഞ് ഒരു ശകലം വെസ്റ്റ് ബാങ്കിൽ കുറച്ചുണ്ട്, യെരുശലേം പള്ളിയുടെ അടുത്തായിട്ട് കുറച്ചുണ്ട്, പിന്നെ അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ അടുത്തായിട്ട് കുറച്ചുണ്ട്. അങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് പാലസ്റ്റീൻ എന്ന് പറയുന്നത്. ആ പാലസ്റ്റീനുള്ള അംഗീകാരമാണ് യൂറോപ്പിലെ ഫ്രാൻസ്, ബ്രിട്ടൻ, സ്വീഡൻ അങ്ങനെ രാജ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞത്. ഇതിനുള്ള അംഗീകാരം പണ്ട് തന്നെ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞതാണ്. അല്ലാതെ ഹമാസിനുള്ള അംഗീകാരമല്ല കൊടുത്തിരിക്കുന്ന ഈ രാജ്യങ്ങളൊന്നും. അറബ് രാജ്യങ്ങൾ ഇവർക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. ഈ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബ് രാജ്യങ്ങൾ മുഴുവൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുഴുവൻ, സൗദി അറേബ്യ ഉൾപ്പെടെ ഈ കരാറിനെ പിന്തുണച്ചിരിക്കുക. ഈ കരാർ എന്ന് പറഞ്ഞാൽ ഹമാസ് ആയുധം വെച്ച് കീഴടക്കണം. ഈ കാര്യം അല്ല, ഖത്തർ ഇവരെ പലരെയും സംരക്ഷിച്ച് നിർത്തിയതാണല്ലോ. സംരക്ഷിച്ചല്ല, ഖത്തർ ആയിരുന്നു ഇവരുടെ ആസ്ഥാന കേന്ദ്രം. അവിടെ നിന്നാണ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ, അതുപോലെ തന്നെ അൽ ജസീറ മാധ്യമം അത് അവിടെ നിന്നാണ് പ്രവർത്തിച്ചിരുന്നത്. തീവ്രവാദികളെ സഹായിക്കുന്ന നയമാണ് അത് കൈക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാം ആശീർവാദവും നടത്തിയെന്നും പറഞ്ഞ് മറ്റ് അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നതാണ് ഒരു കാലത്ത്.
അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഈ അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഇതിനൊരു പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ചരിത്ര സംഭവം ആയി മാറും. ഒന്നുമില്ല. കാരണം എന്താണെന്നറിയാം, ഈ ഖത്തർ രാജ്യങ്ങൾക്ക് സുരക്ഷ എന്ന് പറയുന്ന ഒരു സംവിധാനം അവർക്ക് സ്വന്തമായിട്ടില്ല. ആ സുരക്ഷ എന്ന് പറഞ്ഞാൽ അമേരിക്ക കൊടുക്കുന്നു. അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ ഇവർ മുഴുവൻ അംഗീകരിച്ചേ പറ്റൂ. അമേരിക്ക പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഖത്തറിലും ഉണ്ട്, കുവൈറ്റിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയാണ് ഇവരുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അമേരിക്കയാണ്. അപ്പോൾ ഇപ്പോൾ പേടി. ഇപ്പം ഇസ്രയേൽ വന്നൊരു ആക്രമണം നടത്തിയാലും ആശ്രയിക്കേണ്ടത് അമേരിക്കയെ. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഖത്തറിനോട് മാപ്പ് പറഞ്ഞു. ഈ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ സ്വന്തമായിട്ട് തീരുമാനിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ടോ വിജയനാഥേ? അല്ല, ഇസ്രയേൽ ഇപ്പം ഖത്തറിനോട് മാപ്പ് പറയണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ പ്രശ്നം എന്താ ഉണ്ടായത്? ഖത്തർ അല്ലേ ഇവരെ എല്ലാം തന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ആരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇത് ആര് സമ്മർദ്ദം ചെലുത്തിയിട്ടായിരിക്കും? ട്രംപ് സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഖത്തർ ഇനി ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിൽ നിന്നുപോലും ഇസ്രായേലിന് എതിർപ്പിനി ഉണ്ടാവില്ല. അത് ട്രംപിന് ഇപ്പോൾ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയാൽ അതില്ല ചോദിച്ചു വാങ്ങിക്കുന്ന പോലെ ആകുമല്ലോ. ഇരന്നെങ്കിലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ വാർ ഓഫ് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൊബേൽ അക്കാദമി സമ്മാനം കൊടുക്കും. അത് അർഹിക്കുന്നുമുണ്ട്. കാരണം വെരുട്ടിയാണെങ്കിലും സമാധാനം കൊണ്ടുവന്നു കൊള്ളി. ശരി. കണ്ണുരുട്ടിയും വെരുട്ടി, അറബ് രാജ്യങ്ങളെയും വെരുട്ടി, ഇസ്രായേലിനെയും വെരുട്ടി, ഹമാസിനെയും വെരുട്ടി സമാധാനം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് കരാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ കരാർ നല്ലൊരു ശ്രമമാണ് എന്ന് പറഞ്ഞ് അമേരിക്കയെ അഭിനന്ദിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. ഈ കരാറിനെ അഭിനന്ദിച്ചു. ഇനി വേറൊരു രസമുള്ള, പാകിസ്ഥാൻ ഈ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കരാർ നടപ്പാക്കാൻ കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാനും വരും. ഇനിയിപ്പോൾ പാകിസ്ഥാനെ ആര് നിയന്ത്രിക്കും എന്നുള്ളതാണ് ചോദ്യമായിട്ട്. അവിടെ സമാധാനം, ഭീകരർക്കെതിരെയുള്ള സമാധാനം അവരുണ്ടാക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്ന ഭീകരവാദം ആര് തടയുമെന്നുള്ളതിന് ഇപ്പോൾ ഉത്തരവില്ല. അങ്ങനെ അതിസങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പാകിസ്ഥാനും കൂടി ആവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ പവറാണ്. തന്നെയല്ല, മറുവശത്ത് ഇറാൻ. ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെയും കൂടി ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അറബ് ലോകത്ത് നിന്ന് വെളിയിലുള്ള ഒരു ശക്തിയും കൂടെ ആയിത്തീരും. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള വളരെ ബഹുലമായിട്ടുള്ള സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സമാധാനം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഹമാസ് എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കിയാൽ, ഭീകരവാദം സൃഷ്ടിച്ചാൽ പാകിസ്ഥാനും കൂടെ അതിൻ്റെ ഉത്തരവാദിയായിട്ട് തീരും. കാരണം സമാധാനം സൂക്ഷിക്കേണ്ട ആവശ്യം കൂടി പാകിസ്ഥാൻ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു അരുണോദയമാണിപ്പോൾ അവിടെ വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ രാജ്യങ്ങൾക്കും അത് വളരെ നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ സമയം, 72 മണിക്കൂറാണ്. ഇപ്പം 2 ദിവസമായി. ഇനി 2 ദിവസം കൂടെ ആയി കഴിയുമ്പോൾ അതിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. പക്ഷേ ഹമാസ് ഇതെല്ലാം അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിൽക്കുന്നില്ലേ? ഹമാസിന് വേറെ മാർഗമില്ല, നിൽക്കക്കള്ളിയില്ല. പിന്നെ എന്തു ചെയ്യും? അംഗീകരിച്ചേ പറ്റൂ. കാരണം അല്ലെങ്കിൽ മുഴുവൻ നിങ്ങളെ ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനിഷ് ചെയ്യുക തന്നെ ചെയ്യും. അത് വലിയ പ്രയാസമാണോ? അമേരിക്കയുടെ വിമാനങ്ങളും ടോമോഹോക്ക് മിസൈലുകളും അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ എന്താ പ്രയാസം? നിഷ്പ്രയാസം സാധ്യമാവും. അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച്. ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? ഇവർക്ക് വേണ്ടി പറയാൻ ഏതെങ്കിലും രാജ്യമുണ്ടോ? ആകെയുള്ളത് ഇറാൻ മാത്രമാണ്. ഇറാൻ ഇപ്പോൾ മിണ്ടുവോ? കാരണം ഈ ടോമോഹോക്ക് വീണ്ടും ഇറാനിലേക്ക് ഇല്ലും, ടെഹ്റാനിലേക്ക് ഇല്ലും. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കിയ, സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കിയ ഒരു സമാധാനമാണ്. അത് അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയും. കാരണം അമേരിക്കയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.